നമസ്കാരം. മീമിലിത് രണ്ടാമത്തെ വർഷമാണ്. ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ വളരെയധികം പോസിറ്റിവിറ്റി ഉണ്ടാകുമെന്ന് ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും പറയാറുണ്ട്. ഇത്തവണയും അത് അങ്ങനെ തന്നെ ആവർത്തിക്കാൻ തോന്നുന്നു. ആദ്യം തന്നെ ഒരു ജാമ്യം അടക്കുന്നുണ്ട്, നല്ല ചുമയും പനിയുമാണ്. അപ്പോൾ സംസാരത്തിനിടയിൽ എത്ര തവണ പണി കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കവിത അവതരിപ്പിച്ച് പോകാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മീമിലേക്ക് എത്തുമ്പോൾ ഇവിടെ തങ്ങി നിൽക്കുന്ന ശാന്തത കാണുമ്പോൾ തോന്നാറുള്ളൊരു കാര്യം കൽപ്പറ്റ നാരായണ മാഷ് പറഞ്ഞ് കേൾക്കുകയുണ്ടായി. ദൈവത്തെ അറിയാൻ ഇത്രമാത്രം അറിഞ്ഞാൽ മതി, അത് സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നിവയാണ്. അപ്പോൾ ശാന്തി ഇവിടെയുണ്ട്. ഇവിടെ വരുമ്പോൾ ദൈവത്തെ കാണുന്നതായിട്ടും തോന്നുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ അവതരിപ്പിച്ച കവിത ഹലീമ എന്നായിരുന്നു. കഴിഞ്ഞ തവണ ഈ മീമിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് വരെ എനിക്ക് മീമിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു ചുറ്റുപാടുകളെക്കുറിച്ചോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ പങ്കുവെക്കുകയുണ്ടായിരുന്നു. അന്ന് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവതരിപ്പിക്കാനുള്ളൊരു കവിത ജനിക്കുന്നത്. അത് കണ്ണു തുറന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു അമ്മയും ഒരു പിഞ്ചു കുഞ്ഞും കടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നുകയും അതിന് ഞാൻ കവിതയാക്കുകയും ഹലീമ, നബിതങ്ങളുടെ ചെറുപ്പകാലം, അവരുടെ അമ്മയെക്കുറിച്ചും കവിത എഴുതുകയാണ് ഉണ്ടായത്. ഹലീമ. ഇത്തവണയും എൻ്റെ കയ്യിൽ കവിത ഒന്നും ഇല്ലായിരുന്നു. കാരണം ആശുപത്രി കിടക്കിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിയത്. വരുന്ന വഴിയിൽ ബസ്സിൽ വെച്ച് മാത്രമാണ് കുറച്ച് വരികൾ കുറിക്കുന്നതും അതിവിടെ അവതരിപ്പിക്കാൻ ചിന്തിക്കുന്നതും. അപ്പം അതുകൊണ്ട് ഞാൻ കവിത അവതരിപ്പിക്കുകയാണ്. കവിതയ്ക്ക് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കൊടും വേനലിൻ്റെ നടുകണ്ടിച്ച പാതിയിലും ജീവിതത്തിൻ്റെ മണൽക്കാടുകളിൽ വീണുപോയവൻ്റെ വിണ്ടുപോയ കാൽവെള്ളകളിൽ കനിവുകൊണ്ട് അഭയമെന്നെഴുതുമ്പോൾ പ്രവാചകൻ മരുഭൂമിയിലെ ശലഭമാകുന്നു. അതിൻ്റെ നേർത്ത ചിറകുകളിൽ സ്നേഹം തുന്നിച്ചേർത്ത് ആയിഷ പ്രകൃതിയിൽ ദിവ്യപ്രേമത്തിൻ്റെ വിത്ത് ഒളിച്ചു വയ്ക്കുന്നു. നാഥൻ കരുണയിൽ ചാലിച്ച ലേപനം പുരട്ടി സകല വിത്തുകളും മുളപ്പിച്ചെടുത്ത് സ്വയം ഒരു വനമാകുന്നു. ആളൊഴിഞ്ഞ സത്രം കണക്കെ ശൂന്യമായ മനുഷ്യർ, കൂടൊഴിഞ്ഞ കിളികളെപ്പോൾ തനിച്ചായ മനുഷ്യർ, പരമ്പൊരുളിൻ്റെ ദിവ്യവനത്തിൽ ഒറ്റത്തണലിൽ തീ കാഞ്ഞിരിക്കുന്നു. ആയിഷ ദുനിയാവിന് മൊത്തം കാരയ്ക്കാപ്പഴങ്ങൾ പകുത്തു നൽകി നബിയെ പ്രകീർത്തിക്കുന്നു. ആ ചന്ദ്രതാരം സ്വലാത്തു ചെല്ലും അങ്ങേക്കാകാശവും താഴെ ഈ ഭൂമിയും. 1000 നാവുകൾ അമ്മട്ടിൽ ചൊല്ലിലും ആവില്ല അവിടത്തെ മധുഹ തീർക്കാൻ. ഈ വിണ്ണിൽ 1000 ചന്ദ്രിക പൂക്കിലും ആവില്ല ആഹൃത്തിൻ വെണ്മയൊല്ലാൻ. വിശ്വസംഗീതമേ, കാരുണ്യമേ, നിന്നിൽ അലിയുന്നു സർവവും സ്വലാത്ത് ചെയ്യുകേ. നന്ദി. ഞാൻ നിർത്തുകയാണ്.